ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SP ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇതിന് കൂടിയ ബെല്ലൈക്കണമെന്ന് അമർത്തിയേക്കുക. അപ്പോൾ എൻ്റെ എല്ലാ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സംശയങ്ങളും അഭിപ്രായങ്ങളും ഏത് വീഡിയോസ് ചെയ്യണമെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ PDF എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഇട്ടതിൻ്റെ താഴെയായിട്ടൊരു കമൻറ്റ് വന്നിരുന്നു. ഒരു 2-ലധികം PDF 3-ലധികം PDF ഒക്കെ ഒറ്റ PDF എങ്ങനെ ആക്കാം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. നേരെ പ്ലേ സ്റ്റോറിൽ കയറിയ ശേഷം PDF യൂട്ടിൽസ് നടിക്കാം. അടിച്ചു കഴിയുമ്പം ആപ്പ് ഒന്ന് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് PDF-ൻ്റെ ഇഷ്ടം പോലെ വർക്കുകൾ ചെയ്യാൻ കഴിയും. അപ്പം നേരെ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചതാണ്. മെർജ് PDF, റീഓർഡർ, റൊട്ടേറ്റ്, ഡിലീറ്റ്, എക്സ്ട്രാക്റ്റ്, സ്പ്ലിറ്റ്, പാസ്വേഡ്, ഇങ്ങനെ പല സംഭവങ്ങൾ ചെയ്യാൻ കഴിയും. ആകെ 1, 4, 5, 6, 7, 8, 10, 11, 13 സംഭവങ്ങൾ PDF-ന് വെച്ചിട്ട് ഈ ആപ്പിൽ ചെയ്യാൻ കഴിയും. അപ്പം നമ്മളെ വീഡിയോ ഒന്ന് മെർജ് PDF ഓർ ഇമേജസ് ഫസ്റ്റത്തെ സംഭവം തന്നെ തൊടുക. അപ്പം ഇപ്പം നേരെ വന്ന ലൊക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഇൻറ്റേർണൽ സ്റ്റോറേജിലെ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഫയലാണ്. അപ്പം നമുക്ക് ഏതാണോ ഫയൽ വേണം, വേറെ ഏതെങ്കിലും ഫയലിലാണെങ്കിൽ മുകളിലായിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ കഴിയും. താഴേക്ക് വന്ന് ഇടത്തോട്ടായിട്ട് ഇത് പാരൻറ്റ് ഡയറക്ടറി എന്നാണ് അതിന് പറയുക. അവിടെ തൊട്ട് കഴിഞ്ഞാൽ പുറകോട്ട് പോകും. അപ്പം SD കാർഡിലുള്ള ഫയൽസ് നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കണമെങ്കിൽ ഈ ഫയൽ ഫോൺ സ്റ്റോറേജിലാക്കി ഇടണം, എന്നാലേ എടുക്കാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റിനുള്ളതിൽ ആണ് സേവ് ചെയ്ത് വെച്ചത്. അപ്പോൾ SP ടെക് മലയാളം 2 PDF കാണുന്നില്ലേ, 2 എണ്ണം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴെ OK കാണാം. OK അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. അതെന്തിനാന്ന് വെച്ചാൽ ഒരു 4 വര കാണുന്നില്ല ഓരോ PDF-ൻ്റെ സ്ഥലത്തും, അവിടെ പിടിച്ചിങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ റീഓർഡർ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് 2 PDF അല്ല, ഒരു 10-15 PDF ആയാലും എത്ര PDF വേണമെങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ കഴിയും. അപ്പം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് ഇതിൻ്റെ സ്റ്റോറേജ് റൂട്ട് വരിക, നിങ്ങൾ ഉണ്ടാക്കുന്ന ബൈൻഡ് ചെയ്യുന്ന PDFs സേവ് ആകുന്ന സ്ഥലം ഫോൺ സ്റ്റോറേജിൽ ഡോക്യുമെൻ്റ് എന്നിട്ടുള്ള ഫയലായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് പോയിട്ട് ചേഞ്ച് ചെയ്യാം. ഈ വീഡിയോൻ്റെ അവസാനം ഞാനത് കാണിച്ചു തരാം. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് റീഓർഡർ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പം സാധാ പോലെ തന്നെ ഇരിക്കുന്നു. 2 ഡെമോ PDFs അല്ലേ, താഴെ കാണുന്ന ടിക്ക് കൊടുത്തേക്കാം. പ്ലീസ് ഇൻപുട്ട് ഫയൽ നെയിം എന്ന് വരും. അവിടെ തൊട്ട് നമുക്ക് ഫയലിൻ്റെ പേര് കൊടുക്കാം. തൽക്കാലം SP എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് OK അടിച്ചു കൊടുക്കുക. അപ്പോൾ നെറ്റ് ഓൺ അതിനോട് ആഡ് വന്നതാണ്. ഫയൽ ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി, സംഭവം ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു PDF SP ടെക് മലയാളം സബ്സ്ക്രൈബ് നൗ എന്ന് മാത്രം എഴുതിയതും മറ്റേ PDF SP ടെക് മലയാളം എന്ന് വരുന്നത്. അത് ഓരോ പേജ് പോലെയായിട്ട് 2 PDF ഒറ്റ PDF ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു 100 പേജുള്ള 2 PDF ആണെങ്കിൽ അത് ആകെ 200 പേജാവും. അപ്പോൾ സംഭവം കൃത്യമായിട്ട് ബൈൻഡ് ചെയ്ത് കിട്ടും. ഫയൽ മാനേജർ, ഫോൺ സ്റ്റോറേജ്, ഡോക്യുമെൻറ്റ്സ് പോയാൽ SP എന്ന് കിടക്കുന്നതാണ്. പിന്നെ അതിൻ്റെ സ്റ്റോറേജ് റൂട്ട് മാറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. മുകളിൽ തന്നെ സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം വലത്ത് സൈഡിൽ മുകളിലായിട്ട് കാണാൻ കഴിയും, ഏറ്റവും വലത്ത്. അത് തൊട്ട ശേഷം ഡോക്യുമെൻറ്റ്സ് ലൊക്കേഷൻ സ്റ്റോറേജ് ഇമിലേറ്റഡ് 0 ഡോക്യുമെൻറ്റ്സ്, അത് റൂട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. SD കാർഡിലേക്ക് പറ്റില്ല, ഫോൺ സ്റ്റോറേജിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നൊരു സ്ഥലത്തേക്ക് ആക്കിയിടാം.
വേണമെങ്കിൽ ഫോൾഡർ ഇവിടുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആ പാരൻ്റ് ഡയറക്ടറിയുടെ ചിഹ്നം ആരോ മാർക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഫോൾഡർ പ്ലസ് എന്നുള്ളൊരു ചിഹ്നം കാണാം. ആ ചിഹ്നത്തിൽ തൊട്ട് കഴിഞ്ഞാൽ ന്യൂ ഫോൾഡർ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീണ്ടും വേറെ ഏതെങ്കിലും വിഷയത്തിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.